ഹലോ പ്രിയപ്പെട്ടവരെ, അർസണലിന്റെ ഹോമായ എമിറേറ്റ്സിൽ വെച്ച് നടന്ന മാൻ സിറ്റി അർസണൽ മത്സരം സിറ്റിയെ 1-നെതിരെ 5 ഗോളുകൾക്ക് തകർത്ത് അർസണൽ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തെത്തി. സിറ്റിയുടെ ഡിഫൻസിലെ പിഴവുകളാണ് സിറ്റിയെ തോൽവിയിലേക്ക് എത്തിച്ചത്. സ്റ്റോൺസ് മികച്ച ഒരു പ്ലെയറാണെങ്കിലും ഡിഫൻസിൽ വേണ്ട വിധത്തിൽ പോരാടാൻ സ്റ്റോൺസിന് സാധിച്ചിരുന്നില്ല. റൂബൻ ഡയസ് ഡിഫൻസിലില്ലാത്തത് സിറ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. വരും മത്സരങ്ങളിൽ റൂബൻ തിരികെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറ്റി അർസണൽ മത്സരത്തിൽ പലപ്പോഴും മിസ്സിംഗായി വന്നത് അക്കാഞ്ചിയുടെ പിഴവുകളായിരുന്നു. പലപ്പോഴും അക്കാഞ്ചി പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അർസണലിന്റെ ആദ്യ ഗോൾ വന്നതും അക്കാഞ്ചിയുടെ പിഴവിൽ നിന്നായിരുന്നു. മത്സരത്തിൽ ഉടനീളം സിറ്റിക്ക് അർസണലിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അർസണൽ കൂടുതൽ ഗോളുകൾ അടിച്ചതും കൗണ്ടർ അറ്റാക്കിലൂടെയായിരുന്നു. അർസണലിന്റെ മാർട്ടിൻ ഒഡേഗാർഡാണ് അർസണലിന് ആദ്യ ഗോൾ സമ്മാനിച്ചത്. സിറ്റിയുടെ ഏക ഗോൾ അടിച്ചത് എർലിംഗ് ഹാലണ്ട് ആയിരുന്നു. ബോക്സിൽ നിന്ന് സാവിഞ്ഞു എത്തിച്ചു കൊടുത്ത ഹൈബോൾ ഹെഡറിലൂടെ വലയിലാക്കുകയായിരുന്നു എർലിംഗ് ഹാലണ്ട്. സിറ്റി വമ്പൻ തുകയ്ക്ക് ടീമിലെത്തിച്ച ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ മർമൂഷ് തിളങ്ങാതിരുന്നതും സിറ്റിക്ക് വെല്ലുവിളിയായി. മത്സരത്തിലുടനീളം ഗബ്രിയേൽ ഹാലണ്ട് പോര് കണ്ടിരുന്നു. എന്നാൽ ഹാലണ്ട് പ്രകോപനമുണ്ടാക്കാതെയാണ് കളിച്ചിരുന്നതെങ്കിലും പലപ്പോഴും ഗോളുകൾ അടിക്കുമ്പോൾ ഗബ്രിയേൽ ഹാലണ്ടിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. "സ്റ്റേ ഹംബിൾ" എന്ന് എർലിംഗ് ഹാലണ്ട് പറഞ്ഞ വാചകങ്ങൾ പലപ്പോഴും അർസണൽ ആരാധകരുടെ കയ്യിലെ ബോർഡുകളിൽ കാണാൻ സാധിച്ചിരുന്നു. സിറ്റിയിലെ പുതിയ പ്ലെയറായ ഹുസനോവിന് കളിയിൽ അവസരം നൽകാതിരുന്നതും ആരാധകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. അക്കാഞ്ചിക്ക് പകരം ബ്രസീലിയൻ ഡിഫൻഡറായ റെയ്സിനും സെക്കൻഡ് ഹാഫിൽ അവസരം കൊടുക്കാമായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു. ഫോഡനും മർമൂഷിനും വേണ്ട വിധത്തിൽ ഹാലണ്ടിന്റെ കയ്യിലേക്ക് ബോളുകൾ എത്തിക്കാതിരുന്നതും സിറ്റിക്ക് വെല്ലുവിളിയായി. FA കപ്പ് ഫോർത്ത് റൗണ്ടിൽ ലെയ്റ്റോൺ ഓറിയന്റാണ് സിറ്റിയുടെ അടുത്ത എതിരാളികൾ. അർസണലിന്റെ അടുത്ത മത്സരം ന്യൂകാസിലായിട്ടുള്ള EFL കപ്പ് സെമിഫൈനൽ സെക്കൻഡ് റൗണ്ടാണ്. എന്തായാലും മികച്ച ഒരു കംബാക്ക് സിറ്റി നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.